Industrial Management and Safety എന്ന കോഴ്സിലെ തേർഡ് മൊഡ്യൂളിലെ 7th ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ രണ്ട് മെത്തേഡുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ് നോക്കിയത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ഇൻ ഇൻട്രൊഡക്ഷൻ, critical path method, program evaluation and review technique, comparison, operation research in the concept, linear programming problem in the formulation, graphical method of solution, in a special type of linear programming problem, that is transportation problem. അത് ആ പ്രോബ്ലത്തിലെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉപയോഗിച്ച് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ രണ്ട് മെത്തേഡുകൾ, ഒന്ന് വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും. വോഗൽസ് എന്നും കൂടി പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന്റെ എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ബേസിക് ഫ്യൂസിബിൾ സൊല്യൂഷൻ ആണ് കണ്ടെത്താൻ പോകുന്നത്. ഇത് ഒരു ഐട്രേറ്റീവ് പ്രൊസീജിയർ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിന് ഇതിന് ഐട്രേഷൻ എന്നാണ് പറയാ. നമ്മൾ നേരത്തെ കണ്ട ഈ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലും വോയൽസ് അപ്രോക്സിമേഷനും മെത്തേഡും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെത്തേഡാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് ഈ ക്ലോസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ മെട്രിക്സിലെ ഫീസിബിലിറ്റി ആദ്യം ചെക്ക് ചെയ്യണം. ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഈക്വൽ ആണെങ്കിൽ മാത്രമേ ദർ വിൽ ബി എ ഫീസിബിൾ സൊല്യൂഷൻ. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓരോ റോവിന്റെയും ഓരോ കോളത്തിന്റെയും സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ ഡിഫറൻസ് നമ്മൾ ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഇതിലെ ഒരു റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാർജസ്റ്റ് ഡിഫറൻസ്, അതായത് നമ്മൾ നേരത്തെ എടുത്ത് എഴുതിയല്ലോ, അതായത് ഓരോ റോവിന്റെയും ഓരോ കോളത്തിന്റെയും സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റ് കോസ്റ്റിന്റെയും ഡിഫറൻസ് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഡിഫറൻസിന്റെ ലാർജസ്റ്റ് ഡിഫറൻസ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചത് മാർക്ക് ചെയ്യണം. റോ ആണോ കോളം ആണോ അതിന്റെ വശത്തായിട്ട് ആരോ മാർക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആ റോ അല്ലെങ്കിൽ കോളം ആണ് നമ്മൾ ആദ്യം അലോക്കേഷന് സെലക്ട് ചെയ്തതെന്നാണ് അതിന്റെ അർത്ഥം. ആരോ മാർക്ക് മീൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം അലോക്കേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തത് ഈ റോ, അതായത് ലാർജസ്റ്റ് ഡിഫറൻസ് ഉള്ള കൺസേൺ റോ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി അതിൽ അലോക്കേഷൻ നമ്മൾ നടത്തുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണെങ്കിൽ അതിൽ ഏറ്റവും മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള സെല്ല് ആദ്യം നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം എമൗണ്ട് ആണ് നമ്മളിതിൽ അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ ലോവസ്റ്റ് കോസ്റ്റ് അലോക്കേഷൻ ചെയ്തതിനു ശേഷം ആ കൺസേൺ റോ അല്ലെങ്കിൽ കോളം ഏതാണോ എക്സോസ്റ്റ് ആയത്, ഒന്നുകിൽ ഡിമാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ സപ്ലൈ ആയിരിക്കും എക്സോസ്റ്റ് ആയത്, അതിന് ഇക്വാലന്റ് ആയിട്ടുള്ളത് ക്രോസ് ഓഫ് ചെയ്യണം. ക്രോസ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ റിഡ്യൂസ്ഡ് മെട്രിക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സപ്ലൈ ആണ് എക്സോസ്റ്റ് ചെയ്തതെങ്കിൽ ഒരു റോ അതിൽ നിന്ന് നമുക്ക് ഒഴിവാകും. അങ്ങനെ കിട്ടുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സ് നമ്മൾ എടുത്ത് എഴുതണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് 1ഉം 2ഉം ഈ ബാക്കിയുള്ള റെഡ്യൂസ്ഡ് മെട്രിക്സിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് കിട്ടുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നമ്മൾ ഓരോ റോവിന്റെയും കോളത്തിന്റെയും സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എഴുതിയതിനു ശേഷം അതിന്റെ മാക്സിമം വാല്യൂ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു. എന്താണ് സെലക്ട് ചെയ്തത്? ഒരു പെർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ റോ അലോക്കേഷന് വേണ്ടി തിരഞ്ഞെടുത്തു. ഇനി ആ റോ അല്ലെങ്കിൽ കോളത്തിലെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള സെല്ല് ഐഡന്റിഫൈ ചെയ്തിട്ട്
അതിൽ മാക്സിമം എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുക. അതിന്റെ സപ്ലൈ എത്രയാന്ന് നോക്കുക, അതിന്റെ ഡിമാൻഡ് എത്രയാന്ന് നോക്കുക, അതിൽ കിട്ടുന്ന മിനിമം വാല്യൂ, അതാണ് നമുക്ക് മാക്സിമം അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മിനിമം വാല്യൂ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റോ അല്ലെങ്കിൽ കോളം എക്സോസ്റ്റ് ആവും, അല്ലെങ്കിൽ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് എക്സോസ്റ്റ് ആവും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഒരു റോ അല്ലെങ്കിൽ കോളവും കൂടി നമ്മൾ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഈ പ്രോസസ്സിന് ഐട്രേഷൻ എന്നാണ് പറയുക. റെഡ്യൂസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു സിംഗിൾ റോ അല്ലെങ്കിൽ സിംഗിൾ കോളം കിട്ടും. അപ്പൊ ആ സിംഗിൾ കോളം അല്ലെങ്കിൽ റോയില് ബാക്കിയുള്ള ഡിമാൻഡും സപ്ലൈയും അലോക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ അലോക്കേഷൻ നടന്ന കംപ്ലീറ്റ് സെൽസ് നമ്മൾ ആദ്യം തന്ന പ്രോബ്ലത്തിൽ മെട്രിക്സിൽ കംപ്ലീറ്റ് സെൽസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ അലോക്കേറ്റ് ചെയ്ത വാല്യൂസ് കംപ്ലീറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ തന്ന മെട്രിക്സിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ നേരത്തെ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ കണ്ട സെയിം എക്സാമ്പിൾ ആണ്. ഇതിലൊരു മാനുഫാക്ചറർ 3 ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡെസ്പാച്ചസ് ഹിസ് പ്രൊഡക്റ്റ് ടു 5 ഡിഫറെന്റ് റീറ്റെയിൽ ഷോപ്സ്. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ അലോക്കേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവണം എന്നില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഫർദർ ഒപ്റ്റിമൈസേഷൻ ഇസ് പോസിബിൾ എന്നാണ് അതിന്റെ അർത്ഥം. ബട്ട് നമ്മൾ നേരത്തെ നോക്കാം, നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ആണോ അല്ലെങ്കിൽ വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആണോ കൂടുതൽ മിനിമൈസ് ചെയ്യാൻ പറ്റുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുക, അതായത് ക്ലോസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഏത് മെത്തേഡാണെന്ന് നമുക്ക് ഈ പ്രോബ്ലം ചെയ്തതിനു ശേഷം നോക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്, സ്റ്റെപ്സ് നമ്മൾ നോക്കിയതാണ്, പക്ഷെ സ്റ്റെപ്സ് നോക്കുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മുടെ മെട്രിക്സ്, നമുക്ക് തന്നിട്ടുള്ള ഗിവൺ മെട്രിക്സ് ആദ്യം നമ്മൾ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എടുത്തെഴുതുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിനൊരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യേണ്ടത് സപ്ലൈ ഉള്ള എല്ലാ ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എല്ലാ ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ദർ മസ്റ്റ് ബി എ ഫീസിബിൾ സൊല്യൂഷൻ. ഇതിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 50 പ്ലസ് 100 പ്ലസ് 150 ദാറ്റ് ഈസ് 300. നമ്മൾ റിക്വയർമെന്റ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 100 പ്ലസ് 70 പ്ലസ് 50 പ്ലസ് 40 പ്ലസ് 40 ദാറ്റ് ഈസ് ഓൾസോ 300. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ദർ മസ്റ്റ് ബി എ ഫീസിബിൾ സൊല്യൂഷൻ. ഇനി നമ്മുടെ ഫസ്റ്റ് ഐറ്ററേഷൻ പ്രോസസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കോളം അല്ലെങ്കിൽ റോ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു റോ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് റോ സെലക്ട് ചെയ്തിട്ട് ഇതിലെ സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. ഇതിലെ സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ്? ഈ റോയിലെ സ്മോളസ്റ്റ് വാല്യൂ 1 ആണ്, സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ 9 ആണ്. ഇതിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. 9 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അത് ആ റോവിന്റെ കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിൽ എടുത്തെഴുതുക. സെക്കൻഡ് ചെയ്യേണ്ടത് അടുത്ത റോ കൺസിഡർ ചെയ്യുക. അടുത്ത റോ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 24, 12, 16, 21 എന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 1 ആണ്. സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ പറയുന്നത് 12 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 12 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 11. നെക്സ്റ്റ് റോ റിപ്പീറ്റ് ചെയ്യുക. 14 മൈനസ് 1 ഇസ് ഈക്വൽ ടു 13. സെയിം സ്റ്റെപ്സ് നമുക്ക് കോളമും കണ്ടുപിടിക്കാം. ഫസ്റ്റ് കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 മൈനസ് 1 ദാറ്റ് ഈസ് 30. സെക്കൻഡ് കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 9 ഉം സെക്കൻഡ് സ്മോളസ്റ്റ് 12 ആണ്. 12 മൈനസ് 9 ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. തേർഡ് കോളം സ്മോളസ്റ്റ് വാല്യൂ 1 ഉം സെക്കൻഡ് സ്മോളസ്റ്റ് 13 ആണ്. അങ്ങനെ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ റോവിന്റെയും കോളത്തിന്റെയും സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റോവിന്റെ സൈഡിലായിട്ടും കോളത്തിന്റെ താഴെയായിട്ടും എടുത്തെഴുതുക. ഇനി ഇതിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലെ
നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസിലെ ലാർജസ്റ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള അടുത്തത്. ഇതിലെ വാല്യൂസ് ഏതൊക്കെയാണ്? 13, 3, 12, 3, 25, 13, 11, 8. ഇതിലെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 25 ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഐറ്ററേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അലോക്കേഷന് ചൂസ് ചെയ്തത് 5th കോളം ആണ്. 5th കോളം എന്ന് പറയുന്നത് 51, 1, 26 എന്ന് പറയുന്നതാണ് 5th കോളം. ഇനി ഈ കോളത്തില് സ്മോളസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 ആണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഈ 1 എന്ന് പറഞ്ഞ സെല്ലിലാണ് ഫസ്റ്റ് അലോക്കേഷൻ നടത്തേണ്ടത്. അപ്പൊ ഫസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇതില് ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും, ഡിമാൻഡ് അതായത് റിക്വയർമെന്റ് 40യും സപ്ലൈ 100 ആണ്. അപ്പൊ നമുക്ക് മാക്സിമം പോസിബിൾ അലോക്കേഷൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ മിനിമം ആണ്. ഇതിന്റെ മിനിമം 40, 100ന്റെ മിനിമം എന്ന് പറയുന്നത് 40 ആണ്. 40 നമ്മൾ 1 പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള സെല്ലിൽ അലോക്കേഷൻ ചെയ്തു. ഞാൻ ഈ സ്റ്റെപ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ റോവിന്റെയും കോളത്തിന്റെയും സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് സെല്ല് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് റൈറ്റ് സൈഡിലും താഴെയും എടുത്തെഴുതുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് റോയില് സെലക്ട് ചെയ്തപ്പോൾ 9 - 1 8. സെക്കൻഡ് റോ നോക്കിയപ്പോൾ 12 - 1 ദാറ്റ് ഈസ് 11. അങ്ങനെ എല്ലാം നോക്കുക. എന്നിട്ട് ഈ കണ്ടുപിടിച്ച ഡിഫറൻസിന്റെ ലാർജസ്റ്റ് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 25 ആണ് ലാർജസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോക്കേഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത് 5th കോളമാണ്. 51, 1, 26 എന്ന ഈ 5th കോളമാണ് നമ്മൾ ഫസ്റ്റ് അലോക്കേഷന് വേണ്ടി ചൂസ് ചെയ്തത്. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ആരോ മാർക്ക് ഇടാൻ മറക്കരുത്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ 5th കോളം ചൂസ് ചെയ്തിട്ട് ഇതിലെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കുക. ഇതിൽ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 1 ആണ്. അപ്പൊ ആ സെല്ലിലാണ് ഫസ്റ്റ് അലോക്കേഷൻ നടത്തേണ്ടത്. ഫസ്റ്റ് അലോക്കേഷൻ എത്രയാണ് ക്വാണ്ടിറ്റി നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഡിമാൻഡിന്റെയും സപ്ലൈയും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് അലോക്കേറ്റ് ചെയ്യുക. മാക്സിമം പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മിനിമം വാല്യൂ, അതായത് നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് B5ന് റിക്വയർമെന്റ് 40 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. സപ്ലൈ ഫാക്ടറി 2 സപ്ലൈ A2 എന്ന് പറഞ്ഞ ഫാക്ടറി സപ്ലൈ എന്ന് പറഞ്ഞ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ അതിന്റെ മിനിമം 40 അലോക്കേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് മിനിമം എടുത്ത് മാക്സിമം എടുക്കാത്തത്? മാക്സിമം 100 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെന്റ് ഇല്ല. ഈ B5 എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പിന് 100 യൂണിറ്റ്സ് റിക്വയർമെന്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 100 അലോക്കേറ്റ് ചെയ്തത്. അവരുടെ റിക്വയർമെന്റ് 40 ആണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും മിനിമം 40 അലോക്കേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഡിമാൻഡ് ഓഫ് 5th കോളം ഈസ് എക്സോസ്റ്റഡ്. അതിന്റെ ഡിമാൻഡ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഐറ്ററേഷനിൽ ഈ B5 എന്ന് പറഞ്ഞ റീറ്റെയിൽ ഷോപ്പിന്റെ കോളം നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മളത് ക്രോസ് ഓഫ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. അപ്പൊ ക്രോസ് ഓഫ് ചെയ്ത ഒരു ഫിഗർ ആണ് ഈ കാണിക്കുന്നത്. ഇത് ഹാച്ച് ചെയ്തിട്ടുണ്ട്. ഹാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കപ്പോ അടുത്ത സ്റ്റെപ്പിൽ ഇത് റെഡ്യൂസ്ഡ് മെട്രിക്സ് ആവും. നേരത്തെ 5/3 ഉണ്ടായിരുന്ന മെട്രിക്സ് അടുത്തതിൽ 4/3 ആയിരിക്കും. സെക്കൻഡ് മെട്രിക്സ് ഇവിടെ എടുത്ത് എഴുതുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് റെഡ്യൂസ്ഡ് മെട്രിക്സ് വരയ്ക്കുക. എന്നിട്ട് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് റോയില് സ്മോളസ്റ്റ് വാല്യൂ ഈസ് 1, സെക്കൻഡ് സ്മോളസ്റ്റ് ഈസ് 9, their difference is 8. സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ 16 and 12 അതാണ് സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ്. അതിന്റെ ഡിഫറൻസ് 4. അങ്ങനെ എല്ലാ റോവിന്റെയും എല്ലാ കോളത്തിന്റെയും ഡിഫറൻസ് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇനി ഈ ഡിഫറൻസിന്റെ മാക്സിമം വാല്യൂ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ മാക്സിമം വാല്യൂ രണ്ട് ഭാഗത്ത് നമുക്ക് മാക്സിമം വാല്യൂ വരുന്നുണ്ട്. തേർഡ് റോയില് മാക്സിമം വാല്യൂ വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇന്ന് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്കൊരു പ്രൊസീജിയർ എന്ന നിലയ്ക്ക് നമുക്ക് കോളം ചൂസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. റോ അല്ലെങ്കിൽ കോളം ചൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് കോളം ചൂസ് ചെയ്തപ്പോൾ 13 സെലക്ട് ചെയ്തു. 13ന് താഴെ നമ്മൾ ആരോ മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കൺസേൺഡ് കോളത്തിലെ സ്മോളസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ഇതിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയൊക്കെയാണ്? 14 ഉണ്ട്,
14 ഉണ്ട്, 24 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്മോളസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 1 ആണ്. അപ്പൊ ഇതില് മാക്സിമം പോസിബിൾ വാല്യൂ, അതായത് സപ്ലൈന്റെയും ഡിമാൻഡിന്റെയും മിനിമം വാല്യൂ ഇതിൽ അലോക്കേറ്റ് ചെയ്യാം. ഈ കൺസേൺഡ് റോന്റെ അല്ലെങ്കിൽ കൺസേൺഡ് ഫാക്ടറിയിലെ കപ്പാസിറ്റി 50 ആണ്. അതുപോലെ നമ്മുടെ B1 എന്ന് പറഞ്ഞ റീറ്റെയിൽ ഷോപ്പിന്റെ റിക്വയർമെന്റ് 100 യൂണിറ്റ്സ് ആണ്. അപ്പൊ കപ്പാസിറ്റി മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അതാണ് മിനിമം വാല്യൂ. അപ്പൊ 50 യൂണിറ്റ്സ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. അപ്പൊ എന്തായി, നമ്മുടെ ഫാക്ടറി A1ന്റെ കപ്പാസിറ്റി കഴിഞ്ഞു. 50 യൂണിറ്റ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്തതിനു ശേഷം ഫാക്ടറി A1ന്റെ കപ്പാസിറ്റി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ റോ നമുക്ക് ക്രോസ് ഓഫ് ചെയ്യാം. ക്രോസ് ഓഫ് ചെയ്യുന്നത് ഒരു ഹാച്ച് ചെയ്യുന്നതാവും നല്ലത്. അപ്പൊ നമുക്ക് അതിനകത്ത് വാല്യൂ വിസിബിൾ ആയിരിക്കും, ക്രോസ് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ ക്രോസ് ഓഫ് ചെയ്തിട്ടുള്ള ഫിഗർ ആണിത്. ഇനി അടുത്ത് നമുക്ക് ഈ ഫസ്റ്റ് കോളം എക്സോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അടുത്തത് നമുക്ക് 4/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. സ്റ്റെപ്പ് 3 എന്ന് പ്രത്യേകം എടുത്ത് എഴുതണം. സ്റ്റെപ്പ് 3 നമുക്ക് ഒരു 4/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഇതിലെയും റോയിലെ ഡിഫറൻസ്, ഫസ്റ്റ് റോയിലെ ഡിഫറൻസ്, മിനിമം സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഡിഫറൻസ് 4, 13, 10, 21, 15, 3. ഇതിലെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. ഒരു സിംഗിൾ വാല്യൂ വരുന്നത് 21 ആണ്. അപ്പൊ നമ്മൾ അലോക്കേഷൻ ആയിട്ട് സെലക്ട് ചെയ്തത് സെക്കൻഡ് കോളം ആണ്. ഈ കോളമാണ് നമ്മൾ അലോക്കേഷന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇനി ഈ കോളത്തിലെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 12 ആണ്. അതിൽ നമ്മൾ മാക്സിമം പോസിബിൾ വാല്യൂ, ദാറ്റ് ഈസ് ഡിമാൻഡ്, മിനിമം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ 60, 70 ഉണ്ട്. അത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. 12 എന്ന് പറഞ്ഞ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ ഈ റോ, കാരണം ഈ A2 എന്ന് പറഞ്ഞ ഫാക്ടറിയുടെ കപ്പാസിറ്റിയും കഴിഞ്ഞു, 60 അലോക്കേറ്റ് ചെയ്താൽ അതും കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ റോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ റെഡ്യൂസ് ചെയ്യാം, എക്സോസ്റ്റ് ചെയ്യാം. സപ്ലൈ ഓഫ് A2, ഫാക്ടറി A2 ഈസ് എക്സോസ്റ്റഡ്. അപ്പൊ അടുത്തതിൽ അങ്ങനെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് നമുക്ക് 4/1 ആയി മാറും. അതായത് ലാസ്റ്റത്തെ ഈ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ബാക്കി എല്ലാ അലോക്കേഷനും ആ സെയിം റോയിൽ തന്നെ ചെയ്യാം. അപ്പൊ ഇതിൽ താഴെ 50 യൂണിറ്റ്സ് ആണ് ഈ 14ന് അലോക്കേറ്റ് ചെയ്യേണ്ടത്. 14 എന്ന് പറഞ്ഞ സെല്ലില്, 33 എന്ന് പറഞ്ഞ സെല്ലില് 10 യൂണിറ്റ്സ്, അങ്ങനെ ബാക്കി എല്ലാ അലോക്കേഷനും ചെയ്യാം. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അലോക്കേഷൻ ഈ സ്റ്റെപ്പ് 4ഓടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മെട്രിക്സ് വരച്ചതിന് ശേഷം ഈ കംപ്ലീറ്റ് അലോക്കേഷൻ അതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സൊല്യൂഷന് ബേസിക് ഫീസിബിൾ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പൊ ഇതിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, അപ്പൊ നമ്മൾ അലോക്കേഷൻ നടത്തിയിരിക്കുന്നത് 1 എന്ന് പറഞ്ഞ സെല്ല്, 14 എന്ന് പറഞ്ഞ സെല്ല്, 12 എന്ന് പറഞ്ഞ സെല്ല്, 33, 1, 23, 1, അങ്ങനെ ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ മാത്രം നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അലോക്കേഷന്റെ ക്വാണ്ടിറ്റിയും കൂടി അതിൽ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതില് നമുക്ക് ഫൈനൽ ഏറ്റവും അവസാനം കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ശരിക്കും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആവുന്ന രീതിയിലുള്ള അലോക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മെത്തേഡിനൊക്കെ കുറെ ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാത്തത്. ഇപ്പൊ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് സെയിം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെല്ല് 50 × 1, 50 യൂണിറ്റ്സ് ഇൻറ്റു യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് ഈസ് 1, പ്ലസ് 50 × 14. നിങ്ങൾ ഏതെങ്കിലും ഒന്നുകിൽ കോളം വൈസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ റോ വൈസ് ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ കോളം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളം ആദ്യം നമ്മൾ ആഡ് ചെയ്തു, 50 × 1 പ്ലസ് 50 × 14. പിന്നെ സെക്കൻഡ് കോളം എടുത്തു, 60 × 12 പ്ലസ് 10 × 33. അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2810 യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടും. നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ എത്രയാണ് കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടല്ലോ, നമുക്ക് 4000 സംതിങ് ആയിരുന്നു നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ കിട്ടിയ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയത് 2810 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഈസ് better than northwest corner rule. That the solution obtained from Boyle's approximation method
is close to optimal solution than northwest corner rule. Next method of transportation problem is least cost method. Transportation problemത്തിലെ മൂന്നാമത്തെ മെത്തേഡ് ആണത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലിലാണ് നമ്മൾ ആദ്യം അലോക്കേഷൻ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Step 1. Select the cell with the least unit transportation cost and allocate as many units as possible to that cell. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിലെ ലീസ്റ്റ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അതിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം യൂണിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെല്ല് ലീസ്റ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം അലോക്കേറ്റ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ വരാം. സ്റ്റെപ്പ് 2 അതാണ് പറയുന്നത്. ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു സെല്ല് രണ്ട് ലീസ്റ്റ് കോസ്റ്റ് വരുന്ന സെല്ലുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ സെല്ലുണ്ടെങ്കിൽ അതിൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഒന്ന് അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോളമോ ഫസ്റ്റ് റോയിലോ വരുന്ന സെല്ല് ആദ്യം അലോക്കേഷൻ നടത്താമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. ഈ മെട്രിക്സിലെ ഏത് സെല്ല് വേണമെങ്കിൽ നമുക്ക് അലോക്കേഷൻ നടത്താം. നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് ഹയർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ സെല്ല് സെലക്ട് ചെയ്യുമ്പോഴും കൺസേൺഡ് റോ അല്ലെങ്കിൽ കോളം എക്സോസ്റ്റ് ആവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളത് റിഡ്യൂസ്ഡ് മെട്രിക്സ് ആണ് വീണ്ടും എടുത്ത് എഴുതുക. ആ കോളം അല്ലെങ്കിൽ റോ അവോയ്ഡ് ചെയ്തിട്ട് റിഡ്യൂസ്ഡ് മെട്രിക്സ് ആണ് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുക. കഴിഞ്ഞ രണ്ട് മെത്തേഡിലും കണ്ട പോലെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക until all the demand and supply is exhausted. അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിലും വോയിസ് അപ്രോക്സിമേഷനിലും സെയിം പ്രോബ്ലം തന്നെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. സൊല്യൂഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ഒരു മെട്രിക്സ് രൂപത്തിൽ എടുത്തെഴുതുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഡിമാൻഡ്, സപ്ലൈ അല്ലെങ്കിൽ കപ്പാസിറ്റി അതിന്റെ വശങ്ങളിലായിട്ട് എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ഇതിൽ അലോക്കേഷൻ നടത്തണം. ഇപ്പൊ ഈ മെട്രിക്സ് ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് 3 സെല്ലിലാണ്. എവിടേക്കാണ്? ഫസ്റ്റ് ഇവിടെ ഒരു ലീസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, ഈ സെല്ലിൽ ഒരു ലീസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, മൂന്നാമത്തെ ഇവിടെയും ഒരു ലീസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഈ 3 സെല്ലിലെയും യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആണ് നമ്മൾ ആദ്യമായിട്ട് അലോക്കേഷൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാം. ബാക്കിയുള്ളതോടെ നിർത്തിയിട്ട് നമുക്ക് ഫസ്റ്റ് റോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിന്റെ തന്നെ ചെയ്യാം. ഇപ്പോൾ കോളം 1-ലെ ഫസ്റ്റ് സെല്ല് അലോക്കേഷൻ നടത്താം. നമുക്ക് എത്ര അലോക്കേഷൻ ചെയ്യാൻ പറ്റുക? ഇതില് സപ്ലൈ 50ഉം റിക്വയർമെന്റ് 100ഉം ആണ്. അപ്പൊ സപ്ലൈ ഫാക്ടറി A1-ന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ അതിന് മിനിമം 50 തന്നെയാണ്. അപ്പൊ 50 യൂണിറ്റ്സ് ആണ് ഈ കൺസേൺഡ് സെല്ലിൽ അലോക്കേഷൻ ചെയ്യുക. അപ്പൊ അടുത്ത ഫിഗറിൽ നോക്കാം. ഇതിൽ 50 യൂണിറ്റ്സ് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. 50 യൂണിറ്റ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ A1 അടുത്ത പിക്ചറിൽ വരുന്നില്ല. ഫാക്ടറി A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി ഈസ് എക്സോസ്റ്റഡ് 50 യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് ആ ഒരു റോ ഫസ്റ്റത്തെ റോ നമുക്ക് അത് എക്സോസ്റ്റ് ചെയ്തിട്ട് ഹാച്ച് ചെയ്യാം അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത് തിരിച്ചറിയാനായിട്ട് ഷെയ്ഡ് ചെയ്യാം. അങ്ങനെ ഹാച്ച് ചെയ്ത ഫിഗർ ആണിത്. ഇനി അടുത്തത് നമ്മൾ സ്റ്റെപ്പ് 2-ല് റെഡ്യൂസ്ഡ് മെട്രിക്സ് ഫസ്റ്റ് റോ അവോയ്ഡ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ആണ് എടുത്തെഴുതുക. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫസ്റ്റ് റീറ്റെയിൽ ഷോപ്പിന്റെ റിക്വയർമെന്റ് 100 ആണ്. ഫസ്റ്റ് അലോക്കേഷനോട് കൂടി ഈ 50 യൂണിറ്റ്സ് അലോക്കേഷൻ കഴിഞ്ഞു. അപ്പൊ അടുത്ത മെട്രിക്സ് എഴുതുമ്പോൾ ഇവിടെ 100 - 50 = 50 എന്നാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതുക. കാരണം അതിന്റെ ഡിമാൻഡ് 50 ഈസ് ഓൾറെഡി ഫുൾഫിൽഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ്. ഇത് അടുത്ത മെട്രിക്സ് ആണ്. നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് എടുത്ത് എഴുതി. അപ്പൊ അതില് ആകെയുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഭാഗത്താണ്. കാരണം നമ്മൾ 50 അലോക്കേഷൻ കഴിഞ്ഞു. ഇനി ഫർദർ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 50 ആണ്. അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഇതിലെ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല് ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ 2 സെല്ലുണ്ട് ഇവിടെ. ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല് 1 ആണ് അതിന്റെ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്.
അപ്പോൾ ഇതിലെ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത സെല്ല് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഈ സെല്ലാണ് സെലക്ട് ചെയ്തത്. ഇതിൽ മാക്സിമം അലോക്കേഷൻ നടത്തുക. അപ്പോൾ അതിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും മിനിമം വാല്യൂ ആണ് ഇതിൽ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ 50 യൂണിറ്റ്സ് ആണ് ഇതിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 2-ൽ 50 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്തു. 50 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിലെ റിക്വയർമെന്റ് ആ റീറ്റെയിൽ ഷോപ്പിന്റെ എക്സോസ്റ്റ് ആയി, ഫുൾഫിൽ ആയി, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ നമുക്ക് ആ കോളം, ഈ അലോക്കേഷൻ നടത്തിയ കോളം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫർദർ വിൽ ഗെറ്റ് എ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഓഫ് 4/2. Now it is 5/2. We'll get next matrix, reduced matrix is 4/2. അങ്ങനെ സ്റ്റെപ്പ് 3-ൽ ഒരു 4/2 മെട്രിക്സ് ആണ് എടുത്ത് എഴുതുന്നത്. അപ്പോൾ അതിൽ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിലെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സെല്ലാണ് ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് 3-ൽ. അപ്പോൾ അതിൽ 40 ആണ് അതിൻ്റെ റിക്വയർമെന്റ്, സപ്ലൈ 100 ആണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ 40 അലോക്കേഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് എക്സോസ്റ്റ് ആയി, ആ റീറ്റെയിൽ ഷോപ്പിന്റെ റിക്വയർമെന്റ് എക്സോസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ആ കോളം ഷെയ്ഡ് ചെയ്ത് മാറ്റാം. ഇനി അടുത്തത് വിൽ ഗെറ്റ് എ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഓഫ് 3/2. അപ്പോൾ അതിലും സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഇതിന്റെ ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ല് 12 ആണ്, ബാക്കിയെല്ലാം ഹയർ വാല്യൂസ് ആണ്. അപ്പോൾ 12-ൽ അതിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് അലോക്കേഷൻ ചെയ്യുക. അപ്പോൾ അതിന്റെ ഫാക്ടറിയുടെ കപ്പാസിറ്റി ഇപ്പോൾ 60 ആണ്. നേരത്തെ അലോക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആ ഫാക്ടറിയുടെ കപ്പാസിറ്റി 60 ആണ്. അതുപോലെ റിക്വയർമെന്റ് 70 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് 60 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസേൺഡ് ഫാക്ടറിയുടെ കപ്പാസിറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ റോ റിമൂവ് ചെയ്യാം. അപ്പോൾ നൗ വി വിൽ ഗെറ്റ് എ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഓഫ് 3/1. സ്റ്റെപ്പ് 5-ൽ ആ 3/1-ൽ എല്ലാ റിക്വയർമെന്റും എടുത്തെഴുതുക. അപ്പോൾ 14 എന്ന് പറഞ്ഞ സെല്ലിൽ 50 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക. ഈ 33 സെക്കൻഡ് സെല്ലിൽ 10 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് സെല്ലിലും 40 യൂണിറ്റ്സ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അലോക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ റിക്വയർമെന്റും കപ്പാസിറ്റിയും അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഇതിലെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിലുള്ള മെട്രിക്സ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതിൽ കംപ്ലീറ്റ് ഇപ്പം നമ്മൾ ചെയ്ത 5 സ്റ്റെപ്പിലായിട്ട് ചെയ്ത കംപ്ലീറ്റ് അലോക്കേഷനും അതിൽ മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പം അത് എഴുതിയ മെട്രിക്സ് ആണ് ഈ കാണുന്നത്. ഈ മെട്രിക്സിൽ എല്ലാ അലോക്കേഷനും ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ടു മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ, അതിൻ്റെ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 1-ഉം ക്വാണ്ടിറ്റി 50 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അടുത്ത അലോക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2810 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നമുക്ക് വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലും ഈ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലും നമുക്ക് സെയിം അലോക്കേഷൻ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിലേത് മെത്തേഡാണ് ക്ലോസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സിലാണ് ഇങ്ങനെ വന്നത്. മെട്രിക്സ് മാറുമ്പോൾ ചിലപ്പോൾ വോയൽസിൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലോസ് ടു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ദ മെട്രിക്സ്. പക്ഷെ നമുക്ക് ഒരു കാര്യം തർപ്പിച്ച് പറയാൻ പറ്റും, നോർത്ത് വെസ്റ്റ് കോർണർ റൂളിനെക്കാളും എന്തുകൊണ്ട് ബെറ്റർ ആണ് ഈ രണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതിന്റെ പ്രൊസീജിയർ ഓഫ് മെത്തേഡ് ഓഫ് സോൾവിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആൻഡ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ് നമ്മുടെ സിലബസിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണർ റൂളും വോയൽസ് അപ്രോക്സിമേഷൻ മെത്തേഡും പേരും മെൻഷൻ ചെയ്തിട്ടില്ല സിലബസിൽ. പക്ഷെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ 2 മെത്തേഡും ചോദിക്കാറുണ്ട്. നോർത്ത് വെസ്റ്റും വോയൽസും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും ചോദിക്കാറുണ്ട്. ഇത്ര നേരം ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു.